നമസ്കാരം. പശ്ചിമേഷ്യയിൽ US-ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള സൈനിക നയതന്ത്ര പോരാട്ടം പുതിയൊരു വഴിത്തിരിവിലേക്ക്. ഇറാനിൽ തകർന്നു വീണ അമേരിക്കൻ F-15E പോർവിമാനത്തിലെ പൈലറ്റിനെ രക്ഷപ്പെടുത്താൻ US നടത്തിയ രഹസ്യ സൈനിക നീക്കം കേവലമൊരു രക്ഷാദൗത്യമായിരുന്നോ അതോ ഇറാന്റെ ആണവ രഹസ്യങ്ങൾ കൈക്കലാക്കാനുള്ള ഒരു പുകമറയായിരുന്നോ എന്ന തർക്കം ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുന്നു. ഈ രണ്ടാം സൈനിക നീക്കത്തെ തായ്സാസ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഇറാൻ ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാനിലെ കോഖിലുയെ ബയോർ അഹമ്മദ് പ്രവിശ്യയിലെ മലനിരകളിൽ വച്ചാണ് അമേരിക്കയുടെ F-15E യുദ്ധവിമാനം ഇറാൻ സൈന്യമായ IRGC വെടിവെച്ചിട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റിനെ അന്ന് തന്നെ രക്ഷപ്പെടുത്തിയെങ്കിലും രണ്ടാമത്തെ ഉദ്യോഗസ്ഥനായ വെപ്പൺസ് സിസ്റ്റംസ് ഓഫീസറെ കണ്ടെത്താൻ 48 മണിക്കൂർ നീണ്ട വലിയ തെരച്ചിൽ US-ന് നടത്തേണ്ടി വന്നു. സ്വന്തം സൈനികന്റെ ജീവൻ രക്ഷിക്കാനും സൈനിക രഹസ്യങ്ങൾ ശത്രുക്കൾക്ക് ലഭിക്കാതിരിക്കാനുമായി തകർന്ന വിമാനം ബോംബ് വെച്ച് നശിപ്പിച്ചതായും US വ്യക്തമാക്കിയിരുന്നു. സമീപകാലത്ത് US സൈന്യം നടത്തിയ ഏറ്റവും ധീരമായ രക്ഷാപ്രവർത്തനമാണിതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഒരു വൈമാനികനെ രക്ഷിക്കാൻ സ്വന്തം വിമാനം പോലും തകർക്കാൻ മടിക്കാത്ത അമേരിക്കൻ നിലപാടിനെ വൈറ്റ് ഹൗസ് പുകഴ്ത്തുകയും ചെയ്തു. എന്നാൽ അമേരിക്കയുടെ ഈ വാദങ്ങളെയെല്ലാം പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് ഇറാൻ പിന്നീട് സ്വീകരിച്ചത്. ഈ സൈനിക നടപടി വെറുമൊരു പുകമറയായിരുന്നുവെന്നും ഇറാന്റെ പക്കലുള്ള 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം കടത്താനുള്ള രഹസ്യ നീക്കമായിരുന്നു ഇതെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിക്കുന്നത്. ഇസ്ഫഹാനിലെ ആണവ നിലയത്തിൽ നിന്ന് ഏകദേശം 400 പൗണ്ടിലധികം യുറേനിയം കൈക്കലാക്കാനായിരുന്നു അമേരിക്കയുടെ പദ്ധതിയെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് തിങ്കളാഴ്ച അറിയിച്ചിരുന്നു. വൈമാനികൻ ഒളിച്ചിരിക്കുന്നു എന്ന് US അവകാശപ്പെട്ട പ്രദേശം യഥാർത്ഥത്തിൽ അമേരിക്കൻ സൈനിക വിമാനം ഇറങ്ങിയ ഇസ്ഫഹാന്റെ തെക്കൻ മേഖലയിൽ നിന്ന് ഏറെ അകലെയാണ്. വെറും 2 പേരെ രക്ഷിക്കാൻ 100-ലധികം സൈനികരെയും വൻതോതിലുള്ള വിമാനങ്ങളെയും ഉപയോഗിച്ചത് അസ്വാഭാവികമാണെന്ന് അവർ തന്നെ പറയുന്നു. 1980-ൽ ഇറാനിലെ അമേരിക്കൻ എംബസിയിൽ ഉണ്ടായിരുന്ന ബന്ദികളെ രക്ഷിക്കാൻ നടത്തി പരാജയപ്പെട്ട ഓപ്പറേഷൻ തായ്സാസ് പോലെ ഈ ദൗത്യവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്തവും നാണക്കേടുമാണെന്ന് ഇസ്മായിൽ ബഗായ് പരിഹസിച്ചു. എന്തായാലും ഇറാന് അമേരിക്ക അന്ത്യശാസനം നൽകിയിരിക്കുന്നു. ഇത് അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ യുറേനിയം മോഷ്ടിച്ചു എന്ന വാർത്ത ഇപ്പോൾ ഇറാനും പങ്കുവച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഈ ഭീഷണി വകവയ്ക്കാതെ തങ്ങൾ മുന്നോട്ടു പോവുകയാണെന്ന് ഇറാൻ പറയുകയുണ്ടായി. അതേസമയം ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനി അബോധാവസ്ഥയിലാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതും ഇറാന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇസ്രായേൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തലുകൾ ഉദ്ധരിച്ച് ദി ടൈംസ് പത്രം ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നു. 56-കാരനായ മൊജ്തബ ഖൂം നഗരത്തിലെ അതീവ സുരക്ഷാ വിഭാഗത്തിൽ കോമയിലാണെന്നും രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് നിലവിൽ സാധിക്കുന്നില്ലെന്നുമാണ് പുറത്തുവരുന്ന നയതന്ത്ര മെമ്മോകൾ സൂചിപ്പിക്കുന്നത്.